ഇന്ന് എല്ലാ കുറ്റവും മേറൂട്ടിയിൽ ആരോപിക്കുന്ന പാർട്ടി മാന്യന്മാർ എന്തുകൊണ്ട് തീരെ പക്വതയില്ലാത്ത വളരെ ചെറുപ്പക്കാരിയായ ഒരാളെ, അത് ഒരുവിധ മുൻ ഭരണപരിചയമില്ലാത്ത ഒരാളെ മേയറാക്കിയത്? അപ്പോൾ മൂത്ത നേതാക്കൾക്ക് സ്വന്തം കയ്യിൽ ചെളി പുരളാതെ അഴിമതി നടത്താനുള്ള ഒരു കാരാളായി മാത്രമാണ് ഇവരെ കണ്ടത്. ജില്ലയിൽ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് കൈയെഴുതാൻ കഴിയില്ല സാർ. 40 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നഗരസഭ നഷ്ടപ്പെടുമ്പോൾ എല്ലാ കുറ്റവും അവരുടെ തലയിൽ മാത്രം ചാരുന്നത് രക്ഷപ്പെടൽ തന്ത്രം മാത്രം. ആദ്യകാലം മുതൽ അവർ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അന്ന് പാർട്ടി ഇവരെ നിയന്ത്രിച്ചില്ല. താനെന്തോ വലിയ സംഭവമാണെന്ന് ഇവർ കരുതിയത് എപ്പോഴേ ആ കറുത്ത ഗൗൺ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി നഴ്സറി കുട്ടികളുടെ നിലവാരം. യദു എന്ന പാവപ്പെട്ട KSRC ഡ്രൈവറുടെ അന്നം മുടക്കിക്കൊണ്ട് ഇവരുടെ ഭർത്താവ് സഖാവും കൂടി നടുറോഡിൽ കാട്ടിക്കൂട്ടിയ പട്ടിഷോ അധികാര രാഷ്ട്രീയത്തിൻ്റെ ധാർഷ്ട്യമായിരുന്നു. തങ്ങൾ യജമാനന്മാർ, നീയൊക്കെ, അതായത് യഥാർത്ഥ യജമാനന്മാരായ ജനം വെറും അടിമകൾ എന്ന ധിക്കാരം. പിന്നീടോ അധികാര ദുർവിനിയോഗത്തിൻ്റെ സമസ്ത ഭാവങ്ങൾ ഇവർ കാണിച്ചു. അതായത് അവർ യഥാർത്ഥ പ്രതികൾ മാന്യരായി. അപ്പോഴൊന്നും ഈ പാർട്ടി അണിവിടെ ഇടപെട്ടില്ല. മെഡിക്കൽ കോളേജിലെ താൽക്കാലിക പോസ്റ്റുകളിൽ പാർട്ടിക്കാരെ കുത്തി നിറയ്ക്കൽ, ഇല്ലാത്ത സ്വിമ്മിംഗ് പൂളിൻ്റെ പേരിൽ 1.5 കോടി തട്ടിപ്പ്, പൊങ്കാല, വാടകയ്ക്കെടുക്കാത്ത JCB വാടകയ്ക്കെടുത്തു എന്നുള്ള കള്ളബിൽ, എന്തിനേറെ പൊറോട്ട വാങ്ങാതെ 100 കണക്കിന് പൊറോട്ട വാങ്ങി എന്ന കള്ളബിൽ, അടിമുടി അഴിമതിയും സ്വജനപക്ഷപാതവും നടമാടിയ 5 വർഷങ്ങൾ. കൊണ്ടുപോയതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. ലാൽ സലാം.